ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ പൊന്നുപാദപടത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുത്തെ ജനത്തെ ഈ രാത്രി അവിടുന്ന് സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ പൊന്നുപാദപടത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവെ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അടിയനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിലും അങ്ങയുടെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 2 Kings chapter 5 verse 3. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നുവെങ്കിൽ അവൻ ഇവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. യേശുവിനെ അറിയുകയും അനുഭവമാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ അത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തെ അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാനും സാധ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളിലൂടെയാണ്. ക്രിസ്തീയ സഭ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും വളർന്ന് പന്തലിച്ചതിൻ്റെ കാരണം ഓരോ വ്യക്തികളുടെയും സാക്ഷ്യങ്ങളായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തികളും കർത്താവിനെക്കുറിച്ച് പറയുകയും കർത്താവിനെക്കുറിച്ചുള്ള തിരുവചന ഘോഷണകൾ കൊണ്ടൊക്കെയുമാണ് സഭ വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. എന്നാൽ അവരുടെ സാക്ഷ്യങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലുമുള്ളതായിരുന്നു. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പ്രസംഗങ്ങളുണ്ട്, ആരാധനകളുണ്ട്, സുവിശേഷ യോഗങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചമാകുന്ന ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. വെളിച്ചത്തിൻ്റെതായ പ്രവൃത്തികൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകാത്തതുകൊണ്ട് മറ്റുള്ളവരെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാറില്ല. നാം അറിയുകയും അനുഭവമാക്കുകയും ചെയ്ത കർത്താവിനെക്കുറിച്ച് ലോകത്തിനോട് പറയുവാൻ തക്കവണ്ണം അനേകർക്ക് ലജ്ജയാണ്. സമൂഹത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ സഭയുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവം കരം പിടിച്ച് വഴി നടത്തുന്ന വിധങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ലജ്ജിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും. എന്നാൽ ഇവിടെ ഒരു അടിമ ബാലയായ ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യ നിമിത്തം അല്ലെങ്കിൽ അവളുടെ ഒരു വാക്ക് നിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സൗഖ്യം ലഭിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നാം വായിച്ചു കേട്ട കുറിവാക്യം ഒന്നുകൂടി വായിക്കാം. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നുവെങ്കിൽ അവൻ ഇവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സൈന്യാധിപനായ നയമാൻ്റെ വീട്ടിൽ അടിമയായി കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യമാണ് ഇവിടെ കേൾക്കുന്നത്. അവൾ തൻ്റെ യജമാനത്തിയോട് പറയുകയാണ്,
യജമാനൻ രോഗമായി കിടക്കുന്ന യജമാനൻ ശമര്യയിലെ ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നുവെങ്കിൽ അവൻ ഇവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ആര്? പ്രവാചകൻ ഇവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നുവെന്ന് യജമാനത്തിയോട് ഈ ബാലിക പറയുകയാണ്. ആരുടെ കുഷ്ഠരോഗത്തെക്കുറിച്ചാണ് പറയുന്നത്? 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആരാം രാജാവിന്റെ സൈന്യാധിപനായ നയമാൻ ആരാം രാജാവിന്റെ സൈന്യാധിപനായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് വിജയം നൽകിയിരുന്നത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി കരുതി അവൻ പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അപ്പോൾ ആരാം രാജാവിന് നിരവധി തവണ യുദ്ധത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച ഒരു സൈന്യാധിപനാണ് നയമാൻ. അവനെക്കുറിച്ച് പറയുന്നത് അവൻ മഹാനും മാന്യനുമായിരുന്നു, മാത്രമല്ല അവൻ പരാക്രമശാലിയായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ മെനയുവാൻ തക്കവണ്ണം വലിയ പ്രാവീണ്യം ലഭിച്ചവനായിരുന്നു അവൻ. തന്നിമിത്തം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യഹോവ പല പ്രാവശ്യങ്ങളിൽ അവർക്ക് യുദ്ധത്തിന് വിജയം നൽകിയതുകൊണ്ട് രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഈ നയമാൻ. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട്. അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നവനാണ്. ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നവനാണ്. മാത്രമല്ല നിരവധി യുദ്ധങ്ങളിൽ വിജയം കൈവരിച്ചതുകൊണ്ട് ആ ദേശത്തും രാജാവിൻ്റെ ഇടയിലും അവനെ വളരെയേറെ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു, അല്ലെങ്കിൽ പേരുള്ളവനായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിരവധി ജോലിക്കാരുണ്ടാകാം, കാരണം അത്രത്തോളം ഉന്നതമായ ഒരു സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടി നയമാന്റെ വീട്ടിലെ ഒരു ജോലിക്കാരിയാണ്. ആരാമർ കവർച്ചപ്പടയായി വന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ബാലികയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോയിരുന്നു. അങ്ങനെ ശുശ്രൂഷ ചെയ്തു പോരുന്ന അവസ്ഥയിൽ ഈ ബാലിക നയമാന്റെ കുഷ്ഠരോഗത്തെക്കുറിച്ച് അറിയുകയാണ്. അവൾ ഒരു ഭയവും കൂടാതെ യജമാനത്തിയോട് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ശമര്യയിലെ ഒരു പ്രവാചകന്റെ അടുക്കൽ പോയിരുന്നുവെങ്കിൽ അവൻ ഇവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഇവളെ സംബന്ധിച്ച് എലീശ പ്രവാചകനെ അവൾ കണ്ടിട്ടില്ല. എലീശ പ്രവാചകൻ അതിനു മുമ്പ് കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തതായ ഒരു സംഭവം തിരുവചനത്തിൽ പറയുന്നില്ല. അപ്പോൾ അവളെ പ്രവാചകനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എങ്കിൽ പോലും അവൾ തൻ്റെ ദൈവത്തെക്കുറിച്ച്, പ്രവാചകന്മാർക്ക് ദൈവസന്നദ്ധയിലുള്ള പ്രാഗൽഭ്യത്തെക്കുറിച്ച് നല്ലവണ്ണം ബോധ്യമുള്ളവളായിരുന്നു. അവൾ ആ വീട്ടിലെ ഏറ്റവും കൊച്ചു ജോലി ചെയ്തിരുന്നവളാണ്. ഒരു ബാലികയായിരുന്നു. ഭയം കൂടാതെ അന്യദൈവത്തെ ആരാധിച്ചിരുന്ന നയമാന്റെ യജമാനത്തിയോട് ധൈര്യപൂർവം ഈ ബാലിക പറയുകയാണ്, ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ കടന്നു പോയിരുന്നുവെങ്കിൽ ഇവന് സൗഖ്യം ലഭിക്കുമായിരുന്നു. ഈ ബാലികയുടെ വാക്ക് കേട്ട് നയമാൻ കടന്നുപോയി സൗഖ്യം ലഭിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷേ അവൾക്ക് മരണം വരെ സംഭവിക്കാം. കാരണം സൈന്യാധിപന്റെ വീട്ടിലാണ് അവൾ ജോലി ചെയ്തിരിക്കുന്നത്. അവൻ പരാക്രമശാലിയാണ്, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവനാണ്. പക്ഷെ ഭയം കൂടാതെ ധൈര്യത്തോടുകൂടി തൻ്റെ ദൈവത്തെക്കുറിച്ചും തൻ്റെ പ്രവാചകന്മാരെക്കുറിച്ചും ഉറപ്പോടും ധൈര്യത്തോടും കൂടി ഒരു ബാലിക സാക്ഷ്യം പറയുകയാണ്. അവരുടെ വാക്ക് കേട്ടുകൊണ്ട് നയമാൻ രാജസന്നദ്ധിയിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ അടുത്ത വാക്യം അവിടെ പറയുന്നുണ്ട്, 4-ാം വാക്യം. നയമാൻ രാജസന്നദ്ധിയിൽ ചെന്ന് ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഈ പ്രകാരം സംസാരിച്ചുവെന്ന് അറിയിച്ചു. സ്വന്തം ഭവനത്തിലെ ഒരു വേലക്കാരിയുടെ വാക്ക് കേട്ടുകൊണ്ട് സർവ്വസൈന്യാധിപനായിരുന്ന നയമാൻ രാജകൊട്ടാരത്തിലേക്ക് പോകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്.
ഈ ബാലികയുടെ ജീവിതം തന്നെയാണ് അതിന് കാരണം. അവളുടെ ജീവിതം എന്ന് പറയുന്നത് സാക്ഷ്യമുള്ള ഒരു ജീവിതമായിരുന്നു. എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരെ ദൈവസ്ഥാനത്തിലേക്ക് നേടുവാൻ തക്കവണ്ണം കഴിയാത്തതിൻ്റെതായ കാരണം നമുക്ക് സാക്ഷ്യമുള്ള ഒരു ജീവിതമില്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നേടുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ബാലികയെ സംബന്ധിച്ച് നയമാൻ അവളുടെ വാക്ക് വിശ്വസിക്കണമെങ്കിൽ അവളുടെ പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം നയമാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അവളുടെ വാക്കിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവളുടെ ജീവിതം തന്നെ ഒരു ക്രിസ്തീയ സാക്ഷ്യമുള്ള ജീവിതമായിരിക്കാം. അതുകൊണ്ടാണ് ആ ബാലികയുടെ വാക്ക് കേട്ടുകൊണ്ട് രാജ്യസന്നദ്ധയിലേക്ക് നയമാൻ കടന്നു പോകുന്നത്. ഈ ബാലിക ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവളായിരിക്കാം. നയമാൻ തീർച്ചയായിട്ടും അത് ആ ഭവനത്തിലായിരിക്കുമ്പോൾ അത് കാണുന്നുണ്ടാകാം. അവളുടെ ദൈവത്തോടുള്ള ഭക്തി ആദരവുകളും അവളുടെ ദൈവത്തെ അനുസരിക്കുന്നതൊക്കെയും നയമാൻ അനുദിനം ജീവിതത്തിൽ കണ്ടുപോരുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്രമാത്രം ആ ബാലികയെ വിശ്വസിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കനേക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയും ദൈവത്തെക്കുറിച്ച് ഞാനും നിങ്ങളും പ്രസംഗിക്കുകയും ദൈവമാണ് എനിക്കിതൊക്കെയും തരുന്നതെന്ന് മറ്റുള്ളവരോടൊക്കെയും ഞാനും നിങ്ങളും പറയുന്നവരാണ്. പക്ഷെ ഒരാത്മാവിനെ നേടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിത നിമിത്തം മറ്റൊരുവൻ്റെ ജീവിതത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തീയ സാക്ഷ്യമുള്ള ജീവിതമല്ല. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ പ്രസംഗങ്ങളല്ല അവർ കേൾക്കുന്നത്. അവർ നോക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെയാണ് അവർ നോക്കുന്നത്. നമ്മുടെ ജീവിതമാണ് സാക്ഷ്യമായി തീരേണ്ടത്. നമ്മുടെ ആരാധനകളല്ല, നമ്മുടെ ഭക്തിയുടേതായ പ്രകടനങ്ങളല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല ഒരുവനെ ദൈവസ്ഥാനത്തിലേക്ക് നേടുവാൻ കഴിയുന്നത്. പിന്നെയോ ആത്മാവിൻ്റെ നിറവിലുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള സാക്ഷ്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. ജീവനുള്ള ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം, ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണമുള്ള ഉറപ്പും ധൈര്യവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഈ ഉറപ്പും ധൈര്യവും നൽകുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഭയം കൂടാതെ ദൈവത്തെക്കുറിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം നമുക്ക് ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശക്തി നമ്മളിൽ മേൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയുന്നത്? യേശുവിൻ്റെ സാക്ഷികളായി ഭൂലോകത്തിലൊക്കെയും നമുക്ക് പോകുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ ആരാധനകളൊന്നും സാധ്യമാവുകയില്ല. നമുക്ക് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായി തീരണം. അപ്പോഴാണ് നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയുന്നത്? യേശുവിൻ്റെ സാക്ഷികളാകുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് നമ്മെ പരിശോധിക്കണം. നമുക്ക് പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേരുണ്ടെങ്കിലും ഒരാത്മാവിനെയെങ്കിലും ദൈവസ്ഥാനത്തിൽ നേടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇരുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം നിമിത്തം ഒരു വ്യക്തി ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് അവന് സൗഖ്യം പ്രാപിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുവൻ്റെ ജീവിതത്തിലേക്ക് അവനെ പ്രാർത്ഥിച്ച് കരം പിടിച്ച് യേശുവിനെ അവൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കി കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമ്മുടെ ദൈവത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ സമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ആരെങ്കിലും
യേശു രക്ഷകനും രക്ഷിതാവും എന്ന് പറഞ്ഞ് സ്വയം സ്വീകരിച്ച് ദൈവസ്ഥാനത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സഹോദര സഹോദരി, ഈ രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമുക്ക് ക്രിസ്തീയ സാക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും മറ്റുള്ളവരെ ദൈവസന്നദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായി തീരണം. ഒരു ബാലികയുടെ ഒരു വാക്ക് നിമിത്തമാണ് നയമാൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുഷ്ഠരോഗം മാറിക്കിട്ടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടായെന്ന് നയമാൻ തിരിച്ചറിയുക മാത്രമല്ല, യഹോവയായ ദൈവമാണ് സത്യ ദൈവമെന്ന് നയമാൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ആ ബാലികയായ പെൺകുട്ടിയുടെ സാക്ഷ്യമുള്ള ജീവിതമായിരുന്നു. യഹോവയാണ് സത്യ ദൈവമെന്ന് നയമാൻ തിരിച്ചറിയുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അവൻ്റെ ജീവിതത്തിൽ കുഷ്ഠരോഗം മാറുവാൻ തക്കവണ്ണം സമൂഹം അറപ്പോടും വെറുപ്പോടും കൂടി കണ്ടിരുന്ന കുഷ്ഠരോഗം മാറ്റിക്കിട്ടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ഒരു ബാലികയുടെ ഒരു വാക്ക് നിമിത്തമാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഓരോ വാക്കുകളും സ്വർഗത്തിലെ ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയണം. നാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അവർ യിരെമ്യാവിനെ കുഴിയിലിട്ടുവെന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശനായ ഷണ്ഡൻ എബേദ്മേലേക്ക് കേട്ടു. അന്ന് രാജാവ് ബെന്യാമിൻ വാതിൽ ഇരിക്കുകയായിരുന്നു. രാജഗൃഹത്തിൽ നിന്ന് അതെ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിലിട്ട് കഴിഞ്ഞു. നഗരത്തിൽ അപ്പമില്ലാത്തതിനാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പ്രവാചകനായ യിരെമ്യാവിനെ കുഴിയിലിട്ട് കഴിയുമ്പോൾ കൂശ്യനായ എബേദ്മേലേക്ക് രാജാവിനോട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ ചെയ്യുന്നത് അന്യായമത്രേ. യജമാനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. ഒരേ ഒരു വാക്കാണ് പ്രവാചകന് വേണ്ടി എബേദ്മേലേക്ക് രാജാവിൻ്റെ തിരുസന്നിധിയിൽ ധൈര്യപൂർവ്വം പറയുകയാണ്: നിങ്ങൾ യിരെമ്യാ പ്രവാചകനോട് ചെയ്തത് അന്യായമത്രേ എന്ന് എബേദ്മേലേക്ക് പറയുമ്പോൾ രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. യിരെമ്യാവിനെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം എബേദ്മേലേക്കിന് രാജാവ് കൊടുക്കുകയാണ്. അവൻ്റെ വാക്ക് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 39-ാം വാക്യത്തിൻ്റെ 16ഉം 17ഉം 18ഉം വാക്യങ്ങളിൽ അവൻ പ്രവാചകന് വേണ്ടി സംസാരിച്ച ഒരു വാക്ക് നിമിത്തം അവൻ്റെ ജീവനെ സ്വർഗത്തിലെ ദൈവം കാത്തു സൂക്ഷിക്കുന്നത് അവിടെ നമുക്ക് പ്രതിപാദിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായത്: നീ ചെന്ന് കൂശനായ എബേദ്മേലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ എന്റെ വചനങ്ങൾ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കായി പ്രവർത്തിക്കും. അത് നീ കാണുകെ അത് നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് നീ ഏൽപ്പിക്കപ്പെടുകയില്ല. യഹോവ അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള മുതൽ കിട്ടിയതുപോലെ ആയിരിക്കും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന് യഹോവ അറിയുന്നു.
അപ്പോൾ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കൊള്ള മുതൽ കിട്ടിയതുപോലെ എബേദ്മേലെക്കിന്റെ ജീവനെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അതിന് കാരണമായി തീരുന്നത് പ്രവാചകൻ അവിടെ കുഴിയിൽ കിടക്കുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ അവൻ പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് അന്യായമത്രേ. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അതിന് പ്രതിഫലമുണ്ട്. ഇവിടെ എബേദ്മേലെക്കിന്റെ ജീവനെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അവൻ പ്രവാചകന് വേണ്ടി സംസാരിച്ച ഒരു വാക്കാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് അന്യായമത്രേ. നമുക്കെത്ര പേർക്ക് അന്യായങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സഭകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും അന്യായമായി ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്ന അനേക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, എനിക്കും നിങ്ങൾക്കും പ്രതികരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ആത്മാവിൻ്റെ നിറവിൽ പറയുവാൻ കഴിയണം, നിങ്ങൾ ഈ ചെയ്യുന്നത് അന്യായം എത്രേ എന്ന് നാം പറയുമ്പോഴാണ് ദൈവം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ സമൂഹം നമ്മളെ വെറുത്തിരിക്കാൻ, നമ്മുടെ ജീവനിൽ ചിലപ്പോൾ അപായമുണ്ടായേക്കാം. എബേദ്മേലേക്ക് എന്ന് പറയുമ്പോൾ അവൻ കൂശനാണ്. അവൻ രാജാവിൻ്റെ അടുക്കൽ പോയി ആ പ്രകാരം പറയണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി അവൻ സംസാരിച്ചു, പ്രവാചകന് വേണ്ടി അവൻ സംസാരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും പ്രവർത്തികളെയും വാക്കുകളെയും സ്വർഗത്തിലെ ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ബാലികയായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സാക്ഷ്യമാണ് നയമാൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്നത് എങ്കിൽ എബേദ്മേലേക്ക് പ്രവാചകന് വേണ്ടി സംസാരിച്ചതാണ് അവൻ്റെ ജീവനെ ദൈവം കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. നമുക്കെത്ര പേർക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നുണ്ട്? ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്ന അനേക പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ തക്കവണ്ണം, നീതിക്ക് വേണ്ടി സംസാരിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം, ആരാധനകൾ മുടക്കുന്നവരായി തീരുവാനല്ല, ദൈവത്തെ ആരാധിപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുന്നവരായി നമുക്ക് തീരുവാൻ തക്കവണ്ണം കഴിയണം. നമുക്കെത്ര പേർക്ക് ദൈവത്തിന് വേണ്ടി ഈ പ്രകാരം സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? ഞാനും നിങ്ങളും പലപ്പോഴും ധരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നാണ് പലപ്പോഴും ഞാനും നിങ്ങളും ധരിക്കുന്നത്. എന്നാൽ ശബ്ദിക്കേണ്ട സ്ഥലത്ത് ശബ്ദിക്കാതിരിക്കുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ധരിക്കാറില്ല. അതിൻ്റെ കാരണം ദൈവം നമ്മളെ കാണുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നത്. നമുക്ക് ദൈവിക അനുഭവങ്ങൾ നമുക്കില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം എനിക്കും നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം നമുക്ക് ധൈര്യമുണ്ടാകുന്നില്ല. ദൈവമാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വായ കൊണ്ട് പറയുന്നുവെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വന്തം കഴിവിലും ഇടുക്കിലുമാണ് ഞാനിതൊക്കെയും നേടിയത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ സാക്ഷ്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ ചലിപ്പിക്കുവാനും മറ്റുള്ളവരെ ദൈവത്തെ അനുഭവമാക്കി കൊടുക്കുവാനും തക്കവണ്ണം കഴിയും. വീണ് കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറയുവാൻ കഴിയണം. യേശു നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും. യേശു നിങ്ങൾക്ക് വിടുതൽ നൽകും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തരുമ്പോൾ സർവശക്തനായ ദൈവമാണ് എന്ന് ഉറപ്പോടും ധൈര്യത്തോടും കൂടി പറയുവാൻ കഴിയുമ്പോൾ നയമാനെ പോലെ അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയും. ഞാനും നിങ്ങളും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ
നമ്മുടെ ജീവനെയും നമ്മുടെ സ്വത്തിനെയും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം കാവൽക്കാരനായ തൻ്റെ ദൂതന്മാരെ അയക്കും. എബേദ് മേലേക്കിൻ്റെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ചുറ്റും യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഒരു കൊള്ള മുതൽ കണ്ടു കിട്ടിയതുപോലെ അവൻ്റെ ജീവനെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രവാചകനോട് സർവശക്തനായ ദൈവം പറയുന്നു. ആപത്തുകളും അനർത്ഥങ്ങളും പകർച്ചവ്യാധികളും കടന്നുപോയപ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം കാത്തു സൂക്ഷിച്ചെന്ന് ജീവനുള്ള ദേശത്ത് നമ്മെ നിലനിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സാക്ഷിയാക്കുവാൻ തക്കവണ്ണം കഴിയണം. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആളുകളെ നേടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് ഈ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമുള്ളതായിട്ട് തീരണം. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതമായിരിക്കണം അവർക്ക് സാക്ഷ്യമായി തീരുന്നത്. ആ പ്രകാരം സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിച്ച് മറ്റുള്ളവരെ ദൈവസ്ഥാനത്തിലേക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടെ നടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുവല്ലോ കർത്താവേ. ഒരു ബാലികയായ പെൺകുട്ടിയുടെ സാക്ഷി നിമിത്തം സൈന്യാധിപനായ നയമാൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുകയും യഹോവ തന്നെ സത്യദൈവം നാം തിരിച്ചറിയുകയും ചെയ്ത ആ വലിയ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ കർത്താവേ. ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാക്ഷികളായി ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം അവർക്കാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവെ ഈ രാത്രി നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ വിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും രക്ഷിതാവും എന്ന് അനേകരോട് പറയുവാൻ തക്കവണ്ണം യേശു രോഗത്തെ സൗഖ്യമാക്കുന്നുവെന്നും യേശു അനേകർക്ക് വിടുതൽ കൊടുക്കുന്നുവെന്നും കർത്താവെ മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട് നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ വിശുദ്ധാത്മാവിനെ അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടെ അടിയനോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ വഴി നടത്തി നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.